ആവസിക്കട്ടെ ആവസിക്കട്ടെ അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ 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 അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ വ്യാപരിക്കട്ടെ വ്യാപരിക്കട്ടെ സർവേശ ദൈവാരൂപി വ്യാപരിക്കട്ടെ 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 സർവേശ ദൈവാരൂപി വ്യാപരിക്കട്ടെ ആവസിക്കട്ടെ ആവസിക്കട്ടെ അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ ഈശോയുടെ വാഗ്ദാനമായിരുന്നു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിങ്ങളുടെ മേൽ ആവസിക്കും. ആ വചനം ഒരിക്കൽ കൂടി ശ്രദ്ധിച്ചു കേൾക്കുക. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ഇപ്പോൾ പരിശുദ്ധാത്മാവ് വരും എന്നുള്ളത് കർത്താവ് ഈശോ മിശിഹായുടെ വാഗ്ദാനമായിരുന്നു. ലൂക്കാ സുവിശേഷം 1-ാം അധ്യായം 35-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, പരിശുദ്ധ കന്യകാമാതാവ് ചോദിക്കുകയാണ്, ഇത് എങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. പരിശുദ്ധ അമ്മ ദൂതനോട് ചോദിക്കുന്നത്, എങ്ങനെയാണ് ഞാൻ ഗർഭിണിയാവുന്നത്? അത് സംഭവിക്കാൻ മാനുഷികമായി ഒരു പോരായ്മ അല്ലെങ്കിൽ ഒരു സാധ്യതക്കുറവുണ്ട്. എന്താണ് അതിൻ്റെ കാരണം? ഞാൻ പുരുഷനെ അറിയുന്നില്ല. അപ്പോൾ പരിശുദ്ധ കന്യകാമാതാവ് ഗബ്രിയേൽ മാലാഖയോട് ചോദിക്കുകയാണ്, ഇത് എങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ല. അപ്പോൾ ഇതിന് മറുപടിയായിട്ട് ദൂതൻ പറയുകയാണ്, ലൂക്കാ 1:35, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. പരിശുദ്ധ അമ്മയോട് ദൂതൻ പറയുകയാണ്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരിക്കലും സാധിക്കുകയില്ല എന്ന് മനുഷ്യൻ വിചാരിക്കുന്ന, ഒരിക്കലും സാധ്യതയില്ലാത്ത ഒരു കാര്യമാണ് ഒരു കന്യകയിൽ നിന്ന് പുരുഷബന്ധമില്ലാതെ ഒരു കുട്ടി ജനിക്കുക എന്നുള്ളത്. അത് ഹ്യൂമൻലി സ്പീക്കിംഗ് ഇമ്പോസിബിലിറ്റിയാണ്. ശാസ്ത്രത്തിൻ്റെ ഇന്നോളമുള്ള അനുഭവത്തിൽ കന്യകാ ജനനങ്ങൾ നേരത്തെയും നടന്നിട്ടുണ്ട്, നേരത്തെയും സംഭവിച്ചിട്ടുണ്ട്. കന്യക പ്രസവിച്ചിട്ടുണ്ട്. ഞാൻ വായിച്ചെടുത്തോളം ഏതാണ്ട് ലോകത്ത് 7 കേസുകൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നുണ്ടാവും. ലോകത്ത് ഇന്നോളം കഴിഞ്ഞ അനേകായിരം വർഷങ്ങളിലെ മനുഷ്യ ചരിത്രത്തിൽ അല്ലെങ്കിൽ ശാസ്ത്രത്തിൻ്റെ ഒരു പുരോഗതിയിൽ കന്യക, പുരുഷബന്ധമില്ലാതെ കന്യക ഗർഭം ധരിച്ച് ഏതാണ്ട് 7 സന്ദർഭങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതായത് 7 ജനനം നടന്നിട്ടുണ്ട്. അതിൽ ഞാൻ വായിച്ചത് ഇങ്ങനെയാണ്, ഏതാണ്ട് ഒരു 4 കേസ് സംശയാസ്പദമായി അവർ മാറ്റി. പിന്നീട് വീണ്ടും ഒരു 3 കേസ് ഒരു സംശയമില്ലാതെ, യാതൊരു പുരുഷബന്ധമില്ലാതെ ഒരു കന്യകയുടെ ഉദരത്തിൽ നിന്ന് കുട്ടി ജനിച്ച, അത് മനുഷ്യരുടെ മാത്രമല്ല, മനുഷ്യരുടെയും മൃഗങ്ങളുടെയും രണ്ടുമുണ്ട്. അങ്ങനെ ഇങ്ങനെയുണ്ട്. അപ്പോൾ ഒരു 3 കേസ് എടുത്തോ. പക്ഷേ ഈ 3 കേസിലും വളരെ കൗതുകകരമായ സംഭവം ഇതാണ്, ഈ 3 കേസിലും ഈ സ്ത്രീ പുരുഷ സമ്പർക്കം ഇല്ലാതെ ജന്മം കൊടുത്ത കുട്ടി, ഊഹിക്കാമോ? അതാണായിരിക്കുമോ പെണ്ണായിരിക്കുമോ? ഒന്ന് ഗസ് ചെയ്ത് പറയാമോ? ആണായിരിക്കുമോ പെണ്ണായിരിക്കുമോ? പെണ്ണായിരിക്കും. എല്ലാ കേസിലും ജനിച്ച കുട്ടി പെണ്ണാണ്. അതങ്ങനെ സംഭവിക്കൂ. പുരുഷ സമ്പർക്കം ഇല്ലാതെ, പുരുഷ സംബന്ധം ഇല്ലാതെ എന്തെങ്കിലും ശാരീരിക പ്രവർത്തികൾ അല്ലെങ്കിൽ ഉദരത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ വഴി ഇങ്ങനെ ഒരു ജനനം സംഭവിച്ചാൽ സയന്റിഫിക്കലി സ്പീക്കിംഗ് അതെപ്പോഴും ഒരു ഫീമെയിൽ ചൈൽഡ് ആയിരിക്കും. എന്നാൽ ഇവിടെ ക്രിസ്തീയ വിശ്വാസത്തിൽ, തിരുവചനത്തിൻ്റെ ചരിത്രത്തിൽ, വിശ്വാസത്തിൻ്റെ വഴിത്താരയിൽ നമ്മളൊരു കാര്യം സംശയമില്ലാതെ വിശ്വസിക്കുന്ന കാര്യമാണ്, പരിശുദ്ധ കന്യകാമറിയത്തിൽ നിന്ന് പുരുഷ സംബന്ധമില്ലാതെ
ഒരാൺകുട്ടി ജനിച്ചു. അപ്പോൾ അത് ഹ്യൂമൻലി സ്പീക്കിംഗ് ഇമ്പോസിബിൾ ആണ്, നടക്കില്ലത്. സയന്റിഫിക്കലി സ്പീക്കിംഗ്, മെഡിക്കലി സ്പീക്കിംഗ്, ബയോളജിക്കലി സ്പീക്കിംഗ്, ദിസ് ഈസ് അട്ടർ ഇമ്പോസിബിലിറ്റി. നടക്കില്ല. പക്ഷെ നടന്നു. അതെങ്ങനെ നടന്നേ? അതിന്റെ ഉത്തരമാണ് ലൂക്ക 1:35. എന്താണത്? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ഇതാണ് അതിന്റെ രഹസ്യം. അതായത് ഒരിക്കലും മനുഷ്യന്റെ ബുദ്ധിയിൽ മനുഷ്യന് ചിന്തിച്ച് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ മനുഷ്യ ചരിത്രത്തിൽ സംഭവ്യമല്ലാത്ത ഒരു കാര്യം. അതൊക്കെ വിശ്വാസത്തിൽ ജീവിക്കുന്ന ആരെങ്കിലും സംശയിക്കുന്നുണ്ടോ? ആരും സംശയിക്കുന്നില്ല. നിങ്ങൾ സംശയിക്കുന്നുണ്ടോ? പരിശുദ്ധ കന്യകാമറിയത്തിൽ നിന്ന് ഒരു പുരുഷ സംബന്ധമില്ലാതെ, പുരുഷ സമ്പർക്കം ഇല്ലാതെ കന്യക ഗർഭം ധരിച്ചു, യേശുവിനെ പ്രസവിച്ചു എന്ന് നിങ്ങൾ ആരെങ്കിലും സംശയിക്കുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ ആരും സംശയിക്കുന്നുണ്ടോ. ഈശോ രണ്ടാമത് വരുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിലും ഈശോ ഒന്നാമത് വന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ആർക്കും സംശയമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആർക്കും സംശയമില്ല. കർത്താവ് ഈശോ മിശിഹ വന്നത് പരിശുദ്ധ കന്യകാമറിയത്തിലൂടെയാണ്. അതൊരു പുരുഷ സംബന്ധമില്ലാതാണ്. പരിശുദ്ധ അമ്മയെ മാനിക്കാത്ത പ്രൊട്ടസ്റ്റന്റ് വിശ്വാസത്തിൽ ജീവിക്കുന്ന ആളുകളുണ്ട്. അവര് പോലും വേർജിൻ ബർത്തിനെ എതിർക്കുന്നില്ല. കന്യകാ ജനനത്തെ ലോകത്തെ ഒരു ക്രിസ്തീയ സമൂഹവും എതിർക്കുന്നില്ല. പരിശുദ്ധ കന്യകാമറിയത്തിൽ നിന്ന്, കന്യകയിൽ നിന്നാണ് ഈശോ മിശിഹ ജനിച്ചതെന്ന് യേശുക്രിസ്തുവിന്റെ മരണത്തെയോ ഉത്ഥാനത്തെയോ ദൈവത്വത്തെ അംഗീകരിക്കാത്ത ഇസ്ലാം മതം പോലും അംഗീകരിക്കുന്നുണ്ട്. യേശുക്രിസ്തുവിന്റെ ജനനം ഒരു കന്യകയിൽ നിന്നാണ്. അപ്പൊ ആർക്ക് സംശയമില്ല? ഇസ്ലാമിന് സംശയമില്ല, പെന്തക്കോസ്താ സമൂഹങ്ങൾക്ക് സംശയമില്ല, നമുക്കാർക്കും ഒരു സംശയമില്ല. അപ്പൊ ഇത് പരക്കെ അംഗീകരിക്കപ്പെട്ട ഒരു വിശ്വാസ സത്യമാണ്. എന്ത്? കന്യകാജനനം. അപ്പൊ ഈ കന്യകാജനനം, കന്യകയിൽ നിന്ന് യേശുക്രിസ്തു ജനിച്ചത്, അത് സംഭവിച്ചത് എങ്ങനെയാണ്? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം ഇതാണ്. പരിശുദ്ധാത്മാവ് വന്നാൽ അസംഭവ്യമാണെന്ന് നമ്മൾ കരുതുന്നത് സംഭവിക്കും. ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലെന്ന് നമ്മൾ വിചാരിക്കുന്നത് സംഭവിക്കും. എപ്പോൾ? പരിശുദ്ധാത്മാവ് വന്നാൽ. ഇത് തന്നെയാണ് അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയായിലും സമറിയായിലും ഭൂതലത്തിന്റെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും. എന്ന് പറഞ്ഞാൽ മാനുഷിക ശക്തി കൊണ്ട് സാധിക്കാത്തത് സാധിക്കും. എപ്പോൾ? പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ. പെന്തക്കോസ്തായ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ, പെന്തക്കോസ്താ തിരുനാളിന്റെ അഭിഷേകം സ്വീകരിക്കാൻ കാത്തിരിക്കുമ്പോൾ ഒന്നാമതായിട്ട് ഹൃദയത്തിൽ എഴുതി വെക്കേണ്ട ബോധ്യം ഇതാണ്: പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വരും. ഞാനിത് ആവർത്തിച്ച് പറയിപ്പിച്ചിട്ടുണ്ട് കുട്ടികളെ കൊണ്ട്. പ്രത്യേകിച്ച് എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഓർമ്മ പാലാ കത്തീഡ്രലിലെ കുട്ടികൾ ധ്യാനിക്കുന്ന സന്ദർഭത്തിലാണ്. അത് കഴിഞ്ഞ വർഷം ആണെങ്കിലും ഈ വർഷം ആണെങ്കിലും അവർ ധ്യാനിക്കാൻ വരുന്ന സമയത്ത് ആദ്യത്തെ 2-3 ദിവസങ്ങളിൽ പിശാചിനൊരു സൂക്കേടുണ്ട്. പിശാച് എന്ത് ചെയ്യുന്നറിയാമോ? പല അനുഭവങ്ങളിലൂടെ നമ്മുടെ മനസ്സ് മടുപ്പിക്കാൻ ശ്രമിക്കും. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇതൊരു ആത്മീയ പോരാട്ടത്തിന്റെ രഹസ്യമാണ്. എന്താണ്? മനസ്സ് മടുപ്പിക്കാൻ ശ്രമിക്കും. നമുക്കിത് അറിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ? നെഗറ്റീവ് എക്സ്പീരിയൻസസ് വരുമ്പോൾ മനസ്സ് മടുത്തിട്ട് നമ്മൾ ചില കാര്യങ്ങൾ വേണ്ടാന്ന് വെക്കും. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. എല്ലാവരും അറിഞ്ഞിരിക്കണം. പരിശുദ്ധാത്മാവിന് വേണ്ടി ആഗ്രഹിക്കുന്ന എല്ലാവരും അറിഞ്ഞിരിക്കണം. പിശാചിനൊരു സൂത്രമുണ്ട്. പിശാച് നമ്മുടെ മനസ്സ് മടുപ്പിക്കും. എന്തെന്നറിയാമോ? വളരെ നെഗറ്റീവായ കാര്യങ്ങൾ കൺമുമ്പിൽ കൊണ്ടുവന്ന് തരും. എന്ന് പറഞ്ഞാൽ നമ്മളൊരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോൾ അത് നടക്കത്തില്ല എന്നൊരു തോന്നല് പിശാച് നമ്മുടെ മനസ്സിലുണ്ടാക്കി തരും. അല്ലെങ്കിൽ പിശാച് പല സാഹചര്യങ്ങളിലൂടെ ഭയങ്കര നെഗറ്റീവായ കാര്യങ്ങൾ നമ്മുടെ തലയിലോട്ട് തരും. ഇത് പിശാചിന്റെ സൂത്രമാണ്. അപ്പൊ ഞാൻ ഓർക്കുന്നുണ്ട്, കഴിഞ്ഞ വർഷമാണെങ്കിലും ഈ വർഷമാണെങ്കിലും ഈ ധ്യാനത്തിന്റെ ആദ്യത്തെ ദിവസം, 2-ാമത്തെ ദിവസം, 3-ാമത്തെ ദിവസമൊക്കെ പലരും, ഉത്തരവാദിത്തപ്പെട്ട പലരും വന്ന് പറയും, അയ്യോ അച്ഛാ, ഈ ശരിയാവുന്നില്ല,
പിള്ളേർ നന്നാവുന്നില്ല, പിള്ളേർ ശരിയാവത്തില്ല, അയ്യോ അവരാരും ശ്രദ്ധിക്കുന്നില്ല, അവരെല്ലാം ഉഴപ്പാണ്. എനിക്ക് കഴിഞ്ഞ കൊല്ലം തന്നെ ഇതിൻ്റെ സൂത്രം പിടികിട്ടിയുണ്ട്. ഈ കൊല്ലം ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇനി മേലാൽ ഇത്തരം വർത്താനായിട്ട് എൻ്റെ അടുത്ത് വരരുത്. അതായത് നിങ്ങൾ ധ്യാനം തീരുന്നവരെ ധ്യാനത്തെക്കുറിച്ച് ഒരു കമൻറ്റും പറയാൻ പാടില്ല. വികാരിച്ചന് നല്ല വേദന ഉണ്ടായിരുന്നു. വികാരിച്ചനോട് ഞാൻ പറഞ്ഞു, അച്ഛാ 4-ാമത്തെ ദിവസം അല്ലാതെ ഒരക്ഷരം പറയാൻ പാടില്ല. കാരണം പിശാചിൻ്റെ സൂത്രമാണിത്. അവൻ മനസ്സ് മടുപ്പിക്കും. അപ്പോൾ മനസ്സ് മടുപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് തോന്നും, അയ്യോ ശരിയാവില്ല, പിള്ളേർ രക്ഷപ്പെട്ടില്ല, നന്നാവില്ല, ധ്യാനം അഴുക്കായി പോയി. ഇങ്ങനെ മനസ്സ് മടുപ്പിച്ച് തരും. പല കാര്യങ്ങളിലൂടെ പിശാച് മനസ്സ് മടുപ്പിക്കുന്നത്, പല രീതിയും മനസ്സ് മടുപ്പിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇത് അറിഞ്ഞിരിക്കണം. ഇത് ഇവൻ്റെ തന്ത്രമാണ്. ഈ തന്ത്രത്തിൽ നമ്മൾ വീഴരുത്. സാഹചര്യമൊക്കെ അവിടെ കിടക്കും, അവിടെ കിടന്നോട്ടെ, അതിനിപ്പോൾ എന്നാ. പക്ഷെ നമ്മൾ പുറകോട്ട് പോകാൻ പാടില്ല. അപ്പം അതുകൊണ്ട് ആദ്യത്തെ ദിവസം, 2-ാമത്തെ ദിവസം, 3-ാമത്തെ ദിവസമൊക്കെ മനസ്സ് മടുപ്പിക്കുന്ന അനുഭവങ്ങളുണ്ട്. 4-ാമത്തെ ദിവസം കഴിഞ്ഞ കൊല്ലമാണെങ്കിലും ഈ കൊല്ലമാണെങ്കിലും ഞാൻ ആ മക്കളോട് പറഞ്ഞു, മക്കളെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊള്ളുക, പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കും. പറഞ്ഞോളാൻ പറഞ്ഞു. അപ്പൊ ഞാൻ മുദ്രാവാക്യം ചൊല്ലിക്കൊടുക്കാം. പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കും. അടുത്ത് പറഞ്ഞു കൊടുക്കും, ഈശോ അഗ്നിയാലും ആത്മാവിനാലും എന്നെ സ്നാനപ്പെടുത്തും. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ഞാൻ ശക്തി പ്രാപിക്കും. നോ ഡൗട്ട്. പക്ഷെ സിറ്റുവേഷൻ മുഴുവൻ നെഗറ്റീവാണ്. പക്ഷെ കൺമുമ്പിൽ കാണുന്ന എക്സ്പീരിയൻസസ് മുഴുവൻ നെഗറ്റീവാണ്. സന്തോഷിക്കാനൊന്നുമില്ല, മനസ്സ് മടുപ്പിക്കുന്ന അനുഭവങ്ങളാണ്. പക്ഷേ എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും ഒരു ആത്മീയ പിതാവ് എനിക്ക് തന്ന നിർദ്ദേശം ഇതാണ്: ഒരിക്കലും നമ്മുടെ ഫീലിങ്സിനെ ട്രസ്റ്റ് ചെയ്യരുത്. ഇത് പ്രധാനപ്പെട്ടതാണ്. ഡോണ്ട് ട്രസ്റ്റ് യുവർ ഫീലിങ്സ്, ബട്ട് ട്രസ്റ്റ് ദ വേർഡ്. ഡോണ്ട് ട്രസ്റ്റ് യുവർ ഫീലിങ്സ്, ബട്ട് ട്രസ്റ്റ് ലോർഡ് ഓൾമൈറ്റി. സിറ്റുവേഷൻസിനെ ട്രസ്റ്റ് ചെയ്യരുത്, ആളുകളെ ട്രസ്റ്റ് ചെയ്യരുത്, ഫീലിങ്സിനെ ട്രസ്റ്റ് ചെയ്യരുത്. വചനത്തെ മാത്രമേ വിശ്വസിക്കാവൂ. വചനം എന്താ പറയുന്നത്? വചനം പറയുന്നത് പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വരും, അത് മാത്രമേ വിശ്വസിക്കാവൂ. നെഗറ്റീവ് എക്സ്പീരിയൻസിനെ വിശ്വസിക്കരുത്. ഡു യു അണ്ടർസ്റ്റാൻഡ് മീ? പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വരും. ആരാ പറഞ്ഞത്? ദൈവത്തിന്റെ വചനമാണ് പറഞ്ഞത്. എന്ത് പറഞ്ഞു? പരിശുദ്ധാത്മാവ് വരും. അത് മാത്രമേ വിശ്വസിക്കാവൂ, വേറൊന്നും വിശ്വസിക്കരുത്, വേറൊന്നും നോക്കരുത്, വേറെ ആരെ നോക്കരുത്, വേറെ ഒരു സിറ്റുവേഷൻ നോക്കരുത്. ബിലീവ് ദിസ് വിത്ത് എ ഫേം കൺവിക്ഷൻ, 100% conviction, with a firm mind. Believe this: I will be anointed by the Holy Spirit. Lord Jesus Christ will baptize me with the Holy Spirit. Believe that and that alone, and that will create wonders, miracles. Hallelujah. അത് മാത്രമേ വിശ്വസിക്കാവൂ, വേറെ ഒന്നും വിശ്വസിക്കരുത്. അപ്പൊ കൺമുമ്പിൽ നിന്ന് ഉറങ്ങുന്ന കുട്ടിയെ കണ്ടിട്ട് മനസ്സ് മടുക്കരുത്. വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയെ കണ്ടിട്ട് മനസ്സ് മടുക്കരുത്. കാരണം എന്താ പറയാ, അവനാണ് ആദ്യം അനോയിന്റഡ് ആവാൻ പോകുന്നത്. മനസ്സ് മടുപ്പിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തവണ എനിക്ക് ഒരു സംശയമില്ലായിരുന്നു. ഞാനിങ്ങനെ 100 വട്ടം വിശ്വസിച്ചു. സിറ്റുവേഷൻസ് എന്തു ആവട്ടെ, വാട്ട് എവർ ദ സിറ്റുവേഷൻസ് മേ ബി, ഐ ബിലീവ് that the word will come true. This will happen. ഇത് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഞാൻ അവരോട് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. എൻ്റെ കൂടെയുള്ള ചില സഹോദരന്മാർ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ അയ്യോ ശരിയാവുന്നില്ല, ഏക്കുന്നില്ല. ഞാൻ പറഞ്ഞു, മിണ്ടരുത്, സാത്താനെ ദൂരെ പോവുക. ഞാൻ വിശ്വസിക്കുന്നു. എന്ത് വിശ്വസിക്കുന്നു? പരിശുദ്ധാത്മാവ് ഇതുങ്ങളുടെ മേൽ വരും. അവസാനത്തെ ദിവസം, അതിനു മുമ്പ് തന്നെ കർത്താവിൻ്റെ ആത്മാവ് ആദ്യത്തെ ദിവസം തന്നെ, 2-ാമത്തെ ദിവസം തന്നെ, 3-ാമത്തെ ദിവസം തന്നെ കർത്താവ് ഇങ്ങനെ, കർത്താവിൻ്റെ പ്രവൃത്തിയല്ല, അത് ഭയങ്കര സട്ടിലാണ്, അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ദൈവത്തിൻ്റെ ആത്മാവ് മൊത്തം മക്കളെ അങ്ങ് പിടിച്ചു. വാവിട്ട് കരഞ്ഞ് പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിക്കുന്ന ആൺകുട്ടികൾ, ഹൃദയം നൊന്ത് കരയുന്ന മക്കള്, ഉഴപ്പന്മാരാ നമ്മൾ വിചാരിക്കുന്ന മക്കള്, ഒരു പ്രാർത്ഥനയില്ലെന്ന് വിചാരിക്കുന്നവർ, എന്തിനാണ് ഇവൻ ധ്യാനത്തിന് വന്നതെന്ന് വിചാരിക്കുന്നവര് ദൈവത്തിന്റെ ആത്മാവിനാൽ നിറയുകയാണ്.
So this is my experience, and I don't trust my feelings, but I believe the word, and you should believe the word. Holy Spirit will come upon you. Say amen. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അപ്പൊ ഇത് വിശ്വസിക്കണം. അത് ഞാൻ പറഞ്ഞു വരുന്നത്, പെന്തക്കോസ്തായ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഇത് വിശ്വസിക്കണം. അതായത് ലൂക്ക 1:35 ഞാൻ വിശ്വസിക്കുന്നത് എന്താണ്? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. അപ്പസ്തോല പ്രവർത്തനം 1:8 ഞാൻ വിശ്വസിക്കുന്നു, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. മത്തായി 3:11 ഞാൻ വിശ്വസിക്കുന്നു, അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങളെ സ്നാനപ്പെടുത്തും. നമുക്ക് 4 സുവിശേഷങ്ങളിൽ നിന്ന് വേഗത്തിൽ ആ വചനങ്ങൾ വായിച്ചു പോവാം. അത് വിശ്വസിച്ചാൽ മതി, ഒരു വ്യാഖ്യാനത്തിന്റെ ആവശ്യമില്ല. മത്തായി 3:11, മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 11-ാം വാക്യം. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ പ്രകാരം നമ്മൾ വായിക്കും, മാനസാന്തരത്തിനായി ഞാൻ ജലം കൊണ്ട് നിങ്ങളെ സ്നാനപ്പെടുത്തി. ഇത് പറയുന്നത് സ്നാപക യോഹന്നാനാണ്. മാനസാന്തരത്തിനായി ഞാൻ ജലം കൊണ്ട് നിങ്ങളെ സ്നാനപ്പെടുത്തി. എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ ശക്തനാണ്, അവൻ്റെ ചെരുപ്പ് വഹിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങളെ സ്നാനപ്പെടുത്തും. അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങളെ സ്നാനപ്പെടുത്തും. ഇത് സ്നാപക യോഹന്നാൻ പറയുകയാണ്. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 8-ാമത്തെ വാക്യത്തിൽ സ്നാപക യോഹന്നാൻ പറയുകയാണ്. മർക്കോസ് 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ സ്നാപക യോഹന്നാൻ പറയുകയാണ്, ഞാൻ ജലം കൊണ്ടുള്ള സ്നാനം നൽകി, അവനോ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾക്ക് സ്നാനം നൽകും. ഞാൻ ജലം കൊണ്ടുള്ള സ്നാനം നൽകി, അവനോ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾക്ക് സ്നാനം നൽകും. ഇത് തന്നെ വീണ്ടും ലൂക്കാസ് സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്. സ്നാപക യോഹന്നാന്റെ അധരങ്ങളിലൂടെ ദൈവത്തിന്റെ ആത്മാവ് ഇപ്രകാരം സംസാരിക്കും. 3-ാം അധ്യായത്തിൽ ലൂക്കാസ് സുവിശേഷം 3-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യം. ലൂക്ക 3-ാം അധ്യായം 16-ാം വാക്യം എങ്ങനെയാണ്? യോഹന്നാൻ അവരോട് പറഞ്ഞു, ഞാൻ ജലം കൊണ്ട് സ്നാനം നൽകുന്നു, എന്നാൽ എന്നേക്കാൾ ശക്തനായ ഒരുവൻ വരുന്നു, അവന്റെ ചെരുപ്പിന്റെ കെട്ടഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങൾക്ക് സ്നാനം നൽകും. അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങൾക്ക് സ്നാനം നൽകും. വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 33-ാമത്തെ വാക്യത്തിൽ, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 33-ാം വാക്യത്തിൽ നമ്മൾ വീണ്ടും കാണും, ഞാൻ അവനെ അറിഞ്ഞിരുന്നില്ല, എന്നാൽ ജലം കൊണ്ട് സ്നാനം നൽകാൻ എന്നെ അയച്ചവൻ എന്നോട് പറഞ്ഞിരുന്നു, ആത്മാവ് ഇറങ്ങി വന്ന് ആരുടെ മേൽ ആവസിക്കുന്നത് നീ കാണുന്നുവോ, അവനാണ് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം നൽകുന്നവൻ. 4 സുവിശേഷങ്ങളും അർത്ഥശങ്കയില്ലാത്ത വിധത്തിൽ സ്നാപക യോഹന്നാൻ പറയുന്ന ഈ വചനം രേഖപ്പെടുത്തുകയാണ്. പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും അവൻ നിങ്ങളെ സ്നാനപ്പെടുത്തും. ആരാണ് ഈ അവൻ? യേശു. യേശുവിൻ്റെ ഡ്യൂട്ടി, ഈശോയിലേക്ക് നമ്മൾ എത്തുമ്പോൾ ഈശോ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നമ്മളെ സ്നാനപ്പെടുത്തും. ഇതാണ് പെന്തക്കോസ്താ തിരുനാളിൽ സംഭവിച്ചത്. പെന്തക്കോസ്താ തിരുനാളിൽ അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായത്തിൽ 1 മുതൽ 4 വരെ വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്, പെന്തക്കോസ്താ ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. അപ്പോൾ കൊടുങ്കാറ്റടിക്കുന്നത് പോലെ ഒരു ശബ്ദം ആകാശത്ത് നിന്ന് ഉണ്ടായി. അതവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നിജ്വാലകൾ പോലെയുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെ മേലും വന്നു നിൽക്കുന്നതായി അവർ കണ്ടു. അവരെല്ലാവരും ഒരു കുറച്ചുപേര് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞെന്നല്ല, അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവ് നൽകിയ ഭാഷണവരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവത്തിന് മഹത്വം കൊടുക്കാനും ദൈവത്തെ സ്നേഹിക്കാനും ദൈവത്തിന് ഉപയോഗിക്കാനും പറ്റുന്ന ഒരു തലമുറ വേണം. ദൈവത്തിന് ഉപയോഗിക്കാൻ പറ്റുന്നൊരു തലമുറ, ദൈവത്തെ സ്നേഹിക്കുന്നൊരു തലമുറ, ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നൊരു തലമുറ, ദൈവത്തെ വിലമതിക്കുന്നൊരു തലമുറ, ഇതിനെ കർത്താവ് ഉറ്റുനോക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമുക്കൊരു വിളിയുണ്ട്. ഈ വിളി നമ്മൾ കണ്ടെത്താത്തിടത്തോളം കാലം നമ്മൾ രക്ഷപ്പെടില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത.
അതായത് നമ്മുടെ ജീവിതത്തിന് ദൈവം തന്നിരിക്കുന്ന ഒരു ഉത്തരവാദിത്വമുണ്ട്. ഇതെല്ലാവർക്കും ഉണ്ട്. നല്ലൊരു വചനം വായിക്കാം, ബൈബിൾ ഉണ്ടെങ്കിൽ തുറന്ന് വായിക്കണം. എഫേസോസ് 2:10. എഫേസോസ് 2:10 ദൈവത്തിൻ്റെ വചനം അതിശക്തമായിട്ട് തരുന്ന ഒരു സന്ദേശമുണ്ട് അവിടെ. എഫേസോസ് 2:10. നാം ദൈവത്തിൻ്റെ എന്താണ്? നാം ദൈവത്തിൻ്റെ കറിവേപ്പിലയോ? ഉറക്കെ പറഞ്ഞേ. നാം ദൈവത്തിൻ്റെ കരവേലയാണ്. അതൊന്ന് ഉച്ചത്തിൽ പറഞ്ഞേ. ഞാൻ ദൈവത്തിൻ്റെ കരവേലയാണ്. ഒന്നുകൂടെ പറഞ്ഞേ ഉറക്കെ. ഞാൻ ദൈവത്തിൻ്റെ എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ദൈവത്തിൻ്റെ കരവേലയാണ്. എന്താ? വി ആർ ഹിസ് വർക്ക്മാൻഷിപ്പ്. അങ്ങനെ പറയുന്നത്. വർക്ക്മാൻഷിപ്പ്. അതിനേക്കാളും ഭേദം കരവേലയായിരുന്നു അല്ലേ? സാധാരണഗതിയിൽ മലയാളം വായിച്ചാൽ പിടികിട്ടാത്തത് ഇംഗ്ലീഷ് വായിച്ചാൽ പിടികിട്ടും അല്ലേ? ഞാൻ സാധാരണക്കാരുടെ കാര്യമാണ് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഇപ്പോൾ അതിനേക്കാൾ കുഴപ്പമാണ്. വി ആർ ഹിസ് വർക്ക്മാൻഷിപ്പ്. നാം ദൈവത്തിൻ്റെ കരവേലയാണ് എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് മനസ്സിലാവുന്നേ? എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായിക്കൂടെ? നിങ്ങൾക്ക് എന്താ ഇത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നേ? പറഞ്ഞേ എൻ്റെ പ്രിയപ്പെട്ട മക്കളെന്ന് പറഞ്ഞേ. ഞാൻ ദൈവത്തിൻ്റെ കരവേലയാണ്. നിങ്ങൾക്ക് എന്താ പിടികിട്ടിയേ? കരവേല എന്ന് പറഞ്ഞാൽ എന്താ? കരവേല. വേല എന്ന് പറഞ്ഞാൽ എന്താ? വേല ഇറക്കലെന്ന് പറയത്തില്ലേ? അല്ലെ വേലയും വിളച്ചിലൊന്നും പക്ഷേ എൻ്റെ അടുത്ത് ഇറക്കരുത് എന്ന് പറയത്തില്ലേ? എന്ന് പറഞ്ഞാൽ എന്താ? വേല എന്ന് പറഞ്ഞാൽ വർക്ക്, ജോലി അല്ലേ? നാം ദൈവത്തിൻ്റെ കരവേലയാണ് എന്ന് പറഞ്ഞാൽ ദൈവം കൈകൊണ്ട് മെനഞ്ഞെടുത്ത ഒരു പ്രോഡക്റ്റാണ് നമ്മൾ. പിടികിട്ടിയോ? വർക്ക്മാൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ദൈവം മറ്റൊരാളെ കൊണ്ട് ഉണ്ടാക്കിപ്പിച്ചതല്ലിത്. അയ്യോ അല്ലേ? ഈ സാധനം ആര് നേരിട്ടുണ്ടാക്കിയതാണ്? ഒരു മണിക്കൂറുകൾ കണ്ണാടിയുടെ മുമ്പിൽ നിന്നിട്ടും തൃപ്തി വരാത്ത ഈ ശരീരം ഇത് ആരുണ്ടാക്കിയതാണ്? 139 സങ്കീർത്തനം എടുത്തേ. 139 സങ്കീർത്തനം. 139 സങ്കീർത്തനത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇതാരാണ് നമ്മളെ ഉണ്ടാക്കിയത്. 139 സങ്കീർത്തനം എടുത്തോ. എല്ലാം കാണുന്ന ദൈവം. വായിച്ചേ വാക്യം 13. Psalms 139 verse 13 വായിച്ചേ. അവിടുന്നാണ് എൻ്റെ അന്തരംഗത്തിന് രൂപം നൽകിയത്. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ അവിടുന്ന് എന്നെ മെനഞ്ഞു. ദൈവമാണ് നമ്മളെ ഉണ്ടാക്കിയത്. ദൈവമാണ് നമ്മളെ മെനഞ്ഞെടുത്തത് എന്നാണ് ഇവിടെ പറയുന്നത്. താഴോട്ട് വായിച്ചേ 14. ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. ഇങ്ങനെയല്ല വായിക്കേണ്ടത്, ഉറക്കെ വായിക്കണം. ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, എന്തെന്നാൽ അങ്ങനെ എങ്ങനെ സൃഷ്ടിച്ചേ? കണ്ണാടിയുടെ മുമ്പിൽ നിന്നിട്ട് ഒട്ടും തൃപ്തി വരാത്ത ഈ ആളെ ദൈവം എങ്ങനെയാ സൃഷ്ടിച്ചത്? അതായത് വി ആർ എ വണ്ടർഫുൾ ക്രിയേഷൻ. ഭയങ്കര സംഭവമായിട്ടാണ് സൃഷ്ടിച്ചത്. നമുക്കത് മനസ്സിലായിട്ടില്ലെന്നേ ഉള്ളൂ. ഇത്ര മേക്കപ്പെട്ടിട്ടും തൃപ്തി വരാത്ത നമുക്ക് അത് പിടിയിട്ടിട്ടില്ല. അതായത് നമ്മളൊരു വണ്ടർഫുൾ ക്രിയേഷനാണ്. ദൈവമേ ഇത് എന്തൊരു സാധനമെന്ന് ചിലപ്പോൾ നമ്മൾ ചിന്തിച്ചിട്ടില്ലേ? ചില ആളുകളെ നോക്കിയിട്ട് അയ്യോ ദൈവമേ ഇത് എന്ത് ജീവിയുടെ കുഞ്ഞാണെന്ന് പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടില്ലേ? ഇത് എന്തിൻ്റെ കുഞ്ഞാണ് ഈ വരുന്നത് എന്ന് ചിന്തിച്ചിട്ടില്ലേ? ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഫോട്ടോ കാണിച്ചു, അച്ഛൻ കാണിച്ചു, ആദർശച്ചൻ കാണിച്ചു. അതായത് ഒരുത്തൻ ഒരു ഭയങ്കര ഹൈ മോഡൽ ഭയങ്കര റണ്ണിങ് റേസിങ് ബൈക്കിലിരിക്കുന്നു. അപ്പോൾ ഒരു മുടിയൊക്കെ വളർത്തി കുളിക്കാത്ത ഇങ്ങനെ ഉടുപ്പൊക്കെ കീറി, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അത്. എന്നിട്ട് ഇങ്ങനെ നിക്കറൊക്കെ കീറി അങ്ങനെ ഒരുത്തൻ. അതിൻ്റെ അടിയിൽ എഴുതിയിരിക്കുകയാണ് ഫ്രീക്കനോ ഭ്രാന്തനോ. അതായത് ഇത് ഫ്രീക്കനാണോ ഭ്രാന്തനാണോ എന്ന് അറിയാൻ പറ്റുന്നില്ല. ഫ്രീക്കനോ ഭ്രാന്തനോ. അത് നല്ല രസമായിട്ട് തോന്നി അല്ലേ? ഇതിന് ഫ്രീക്കനാണോ ഭ്രാന്തനാണോ എന്ന് അറിയത്തില്ല.
അത് നമുക്ക് കണ്ടിട്ടില്ല. ഇങ്ങനെയൊക്കെ ഓരോരുത്തന്മാരെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കത്തില്ലേ, ദൈവമേ ഇതെന്തിൻ്റെ കുഞ്ഞാണ് ഈ വരുന്നത് എന്ന് ചിന്തിച്ചിട്ടില്ലേ? അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുന്ന നമ്മളെക്കുറിച്ച് ദൈവം പറയുകയാണ്, അങ്ങനെ വിസ്മയനീയമായി സൃഷ്ടിച്ചു. വായിച്ചേ വാക്യം 14. ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, എന്തെന്നാൽ അങ്ങനെ വിസ്മയനീയമായി സൃഷ്ടിച്ചു. അവിടുത്തെ സൃഷ്ടികൾ അത്ഭുതകരമാണ്, എനിക്കത് ഇങ്ങനെ പറയണം, അവിടുത്തെ സൃഷ്ടികൾ അത്ഭുതകരമാണ്, എനിക്കത് നന്നായിട്ടറിയാം. ഇപ്പൊ എൻ്റെ കളർ ഇച്ചിരി കുറവാണെങ്കിലും അങ്ങയുടെ സൃഷ്ടികൾ എന്താണ്? വിസ്മയനീയമാണ് കർത്താവേ. അവനവനോടൊന്ന് പറഞ്ഞേ അടുത്തിരിക്കുന്ന ആളോട്, യു ആർ എ വണ്ടർഫുൾ ഹ്യൂമൻ ബീങ് പറഞ്ഞേ. അപ്പോൾ വായിക്കാം 139 സങ്കീർത്തനം 13, 14 വായിച്ചേ. അവിടുന്നാണ് എൻ്റെ അന്തരംഗത്തിന് രൂപം നൽകിയത്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ. ഇത് ആരെക്കുറിച്ചാണ് ഈ പറയുന്നേ? എന്നെ കുറിച്ചാണോ? നിങ്ങൾ ഓരോരുത്തരെ കുറിച്ചും ദൈവത്തിന്റെ വചനം പറയുന്നതാണ്. എന്താണ് പറയുന്നത്? വായിച്ചേ. അവിടുന്നാണ് എൻ്റെ അന്തരംഗത്തിന് രൂപം. അപ്പൊ എൻ്റെ അകത്ത് നടക്കുന്ന പ്രവൃത്തികളെല്ലാം എൻ്റെ ആത്മാവ്, എൻ്റെ അന്തരംഗം, എൻ്റെ ഉള്ള്, അപ്പൊ എൻ്റെ ആത്മാവിന് രൂപം നൽകിയതും അവിടുന്നാണ്. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ അവിടുന്നാണ് എന്നെ മനഞ്ഞത്. ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, എന്തെന്നാൽ അങ്ങനെ വിസ്മയനീയമായി സൃഷ്ടിച്ചു. അവിടുത്തെ സൃഷ്ടികൾ അത്ഭുതകരമാണ്, എനിക്കത് നന്നായിട്ടറിയാം. അയ്യോ, ഇനി അടുത്ത എന്താണ്? ഞാൻ നിഗൂഢതയിൽ ഉരുവാക്കപ്പെടുകയും ഭൂമിയുടെ അധോ ഭാഗങ്ങളിൽ വെച്ച് എങ്ങനെ അതായത് ഉഴപ്പി ഉണ്ടാക്കിയതാണോ ഇത്? നമ്മൾ വിചാരിച്ചിട്ടില്ലേ, കർത്താവേ നിനക്ക് നീ മടുത്തിരുന്നപ്പോഴാണ് എന്നെ ഉണ്ടാക്കിയത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളെങ്ങനെ ചിന്തിച്ചു? നിങ്ങളെല്ലാം കണ്ടാൽ നല്ല ഭംഗിയുണ്ട്, ഞങ്ങളൊക്കെ അങ്ങനെ ചിന്തിക്കുന്നത്. ദൈവമേ നീ മടുത്തിരുന്നപ്പോൾ പ്രായിക്കൊണ്ടുമല്ലാണോ എന്നെ സൃഷ്ടിച്ചത് എന്ന് ചോദിക്കുന്ന ആളുകളെ കണ്ടിട്ടില്ലേ? ഇതിപ്പോ എന്താ പറഞ്ഞിരിക്കുന്നത്? കർത്താവെ എങ്ങനെ സൃഷ്ടിച്ചത്? ഭയങ്കര കെയർഫുൾ ആയിട്ടുണ്ടാക്കിയ ഒരു സാധനമാണിത്. വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ? ഒന്നുകൂടെ കണ്ണാടി എടുത്ത് വെച്ച് നോക്കിയേ. കൈ കാണുമല്ലോ എല്ലാത്തിൻ്റെ കയ്യിൽ ഓരോന്ന് ചെറുത്, അതെടുത്ത് വെച്ചിട്ട് ഇങ്ങനെ നോക്കിയിട്ട് ദൈവമേ അങ്ങനെ സൂക്ഷ്മതയോടെ വായിച്ചേ. അതൊക്കെ നല്ല വാക്യങ്ങളാണ്. ആദ്യം മുതൽ അവിടുന്നാണ്, ഉച്ചത്തി വായിക്കുക. അവിടുന്നാണ് എൻ്റെ അന്തരംഗത്തിന് രൂപം നൽകിയത്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ അവിടുന്ന് എന്നെ മെനഞ്ഞു. ഞാനങ്ങയെ സ്തുതിക്കുന്നു, എന്തെന്നാൽ അങ്ങ് എന്നെ വിസ്മയനീയമായി സൃഷ്ടിച്ചു. അവിടുത്തെ സൃഷ്ടികൾ അത്ഭുതകരമാണ്, എനിക്കത് നന്നായിട്ടറിയാം. ഞാൻ നിഗൂഢതയിൽ ഉരുവാക്കപ്പെടുകയും ഭൂമിയുടെ അധോ ഭാഗങ്ങളിൽ വെച്ച് സൂക്ഷ്മതയോടെ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ രൂപം അങ്ങയ്ക്ക് അജ്ഞാതമായിരുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ ആദ്യമായിട്ട് കണ്ടതാരാ? നിങ്ങളുടെ അപ്പനാണോ, അമ്മയാണോ, അതോ നേഴ്സാണോ, അതോ ഏതെങ്കിലും വല്യമ്മച്ചിയാണോ? ആരാ നിങ്ങളെ ആദ്യമായിട്ട് കണ്ടത്? ഞാൻ ചോദിച്ചെന്താ, നിങ്ങളുടെ അപ്പനാണോ, അമ്മയാണോ, നേഴ്സാണോ, അതോ ഡോക്ടറാണോ? നിങ്ങളെ ആരാ ആദ്യം കണ്ടത്? നിങ്ങളെ ആരാ ആദ്യം കണ്ടത്? ആരാ കണ്ടത്? വായിച്ചേ വാക്യം 16. എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു. നിങ്ങളെന്നാലും ചോദിക്കേ. അതായത് നമ്മൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സാധനം, ഇതിനെ ഇങ്ങനെ വെച്ചിട്ട് കർത്താവ് പറയാണ് സംഭവം തന്നെ എന്ന് പറഞ്ഞ് സീലടിച്ച് അപ്രൂവ് ചെയ്തിട്ടാണ് ഇത് അമ്മയുടെ ഉദരത്തിലോട്ട് കയറിയത്. അയ്യേ, നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ലേ? അതായത് നമ്മൾ ഓരോരുത്തരെയും ദൈവത്തിൻ്റെ സൂക്ഷ്മ നയനങ്ങൾ കൊണ്ട് കണ്ട്, ദൈവത്തിൻ്റെ കരങ്ങൾ കൊണ്ട് സൂക്ഷ്മതയോടെ സൃഷ്ടിച്ച് അമ്മയുടെ ഉദരത്തിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ എല്ലാം കണ്ട് അപ്രൂവ് ചെയ്തിട്ടാണ് ഇതിനെ വിട്ടിരിക്കുന്നത്. ഇപ്പൊ കണ്ട ഒരു ഷേപ്പില്ലേലും ഒട്ടും വിഷമിക്കണ്ട, ഇത് അപ്രൂവ്ഡ് ആണ്. ഇത് നല്ല സീലടിച്ച് പാസ്സാക്കി വിട്ടൊരു സാധനമാണിത്. ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പണ്ടൊരു സിസ്റ്റർ ചെന്നിട്ട് പിതാവിനോട് സങ്കടം പറഞ്ഞു. സിസ്റ്റേഴ്സ് പിണങ്ങരുത്. സിസ്റ്റർ ചെന്നിട്ട് പിതാവിനോട് സങ്കടം പറഞ്ഞു, പിതാവേ അതായത് ഭയങ്കര വണ്ണമാന്ന് പറഞ്ഞു. വണ്ണം അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല, പിതാവ് ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു.
അതായത് ഇപ്പോൾ വാതിലൊക്കെ ഒരുമാതിരിപ്പെട്ട വാതിലൊന്നും കയറാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ. അയ്യോ സിസ്റ്റർമാർ പണങ്ങരുത്, അങ്ങനെയാന്ന് പറയും. ഇവിടെ ഉള്ള സിസ്റ്റർ അല്ല, അറിയാലോ, ഇവിടെ ഉള്ളതൊന്നും അല്ല, വേറെ ഇവിടെ ഉള്ളൊരു സിസ്റ്ററാണ്. അപ്പോൾ പിതാവ് പറഞ്ഞു സാരമില്ല, അതായത് വ്രത വാഗ്ദാനം ചെയ്ത സമയത്ത് നമ്മളൊക്കെ ആരാ? നമ്മൾ കർത്താവിൻ്റെ, നമ്മളാരാ? നമ്മുടെ ശരീരം കർത്താവിൻ്റെ എന്താന്ന് ആലയമാണ് അല്ലേ? അപ്പോൾ സിസ്റ്റർ വിഷമിക്കൊന്നും വേണ്ട. ഇതിപ്പോൾ ഈ ശരീരം, ഇത്രയും വലിയ ശരീരം എന്താണ്? കർത്താവിൻ്റെ ആലയമാണ്. അപ്പോൾ ആദ്യത്തെ വ്രതം എടുത്ത സമയത്ത് ഇതൊരു ചെറിയ കുരിശടി ആയിരുന്നേ ഉള്ളൂ. ഇപ്പോൾ ഒരു ബസലിക്ക ആയിരുന്നേ ഉള്ളൂ. ഭാരപ്പെടുമൊന്നും വേണ്ട. ഇത് കുരിശടിയാണെങ്കിലും ബസലിക്ക ആണെങ്കിലും എന്താണിത്? കർത്താവിൻ്റെ ആലയമാണ്. അതുകൊണ്ട് ഭാരപ്പെടാനൊന്നുമില്ല. ചില ആളുകൾ വശങ്ങളിലേക്കാണ് വളരുന്നത്, മേളിലോട്ടല്ല, ഇങ്ങോട്ടാണ് വളരുന്നത്. അപ്പോൾ ഇങ്ങനെ എങ്ങനെ ഇരുന്നാലും ശരി, കണ്ടിട്ടില്ലേ ചില നമ്മളിങ്ങനെ ആളുകളെ ആക്ഷേപിക്കത്തില്ലേ? എന്താണ് ഇങ്ങനെ പല്ലൊക്കെ പൊങ്ങിയ ആളുകൾ ഇപ്പം എന്താ പറയും? അയ്യോ ഇവൻ എങ്ങനെ ഫോട്ടോ എടുത്ത് ഫ്രെയിം ചെയ്ത് വെക്കും, ചില്ല് പൊട്ടിപ്പോയില്ലേ നമ്മൾ, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മുടെ ശരീരത്തെ ആളുകൾ ആക്ഷേപിക്കും, കുറ്റപ്പെടുത്തും. ഇപ്പോൾ ഭയങ്കര നീളമുള്ളവരോട് പറയും. ഞങ്ങളുടെ കൂട്ടത്തിൽ നല്ല നീളമുള്ള അച്ഛനുണ്ടായിരുന്നു. അപ്പം ഞാൻ കൂടെ പുള്ളിയോട് പറയുമായിരുന്നു, ഹെലികോപ്റ്ററൊക്കെ വരുന്ന വഴിയാ സൂക്ഷിക്കണേ എന്ന് പറയുമായിരുന്നു. അതായത് അപ്പം ശാരീരിക പ്രത്യേകതകളെ ആളുകൾ എന്തുമാത്രം കളിയാക്കിയാലും, നമ്മുടെ ശാരീരിക പ്രത്യേകതകളെ കുറിച്ച് നമുക്കെന്തുമാത്രം വിഷമം ഉണ്ടായാലും, ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവമേ അങ്ങയുടെ കണ്ണുകൾ എന്നെ കണ്ടു. ഇതൊക്കെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിക്കാൻ പറ്റുമോ? എന്ത് പറഞ്ഞപ്പോഴേ ഇവിടേക്ക് വന്നത്? എഫേസോസ് 2:10 നാം ദൈവത്തിന്റെ ഫസ്റ്റ് പാർട്ട് ഈസ് ക്ലിയർ. നാം ദൈവത്തിൻ്റെ കരവേലയാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് പ്രയാസം, അവനവനെ കുറിച്ച് എന്ത് ബുദ്ധിമുട്ട് വന്നാലും, ദൈവമേ ഞാൻ കഴിവില്ലാത്തവനായി പോയല്ലോ, അയ്യോ എനിക്കൊരു കഴിവില്ലല്ലോ, ഞാൻ ദൈവമേ ഇങ്ങനെ ഒരു ജന്മം എന്ന് ചിന്തിക്കരുത്. പിള്ളേരുടെ ഇടയിലുള്ള വലിയൊരു പ്രശ്നം അതാണ്. അതായത് ഭയങ്കരമായ ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ്. അവനവനെ തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, അവനവനെ തന്നെ സ്വീകരിക്കാൻ പറ്റില്ല. അവനവനെ തന്നെ സ്വീകരിക്കണം, സ്വന്തം ജീവിതത്തെ സന്തോഷത്തോടെ സ്വീകരിക്കണം. എനിക്കറിയാവുന്ന ഒരു സഹോദരനുണ്ട്, നല്ല കരിക്കട്ട പോലിരിക്കും, കറുത്ത് നല്ല കരിക്കട്ട പോലിരിക്കും. പക്ഷേ ഞാൻ പലപ്പോഴും ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, ഇങ്ങനെ നല്ല കറുകറാന്നാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ദേഹത്തൊക്കെ ഞങ്ങളുടെ അടുത്ത് വന്ന് ഇങ്ങനെ ദേഹത്തൊക്കെ വരുമ്പോൾ ഞാൻ പറയും, തുടരുതേ, വെള്ള കറുപ്പാവും, തുടരുത് എന്നൊക്കെ പറഞ്ഞ് സൗഹൃദം കൊണ്ട്, സുഹൃത്ത് ബന്ധം കൊണ്ട് അങ്ങനെ കളിയാക്കുന്ന ഒരാളാണ് സത്യം പറഞ്ഞാൽ. പക്ഷേ ഈ വ്യക്തിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ആ വ്യക്തിക്ക് ആ നിറം അങ്ങനെ കറുപ്പാണെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ആളുകൾ കളിയാക്കുന്നുണ്ടെന്നോ ഒന്നും ഇല്ലാതെ 100% ആ വ്യക്തിയെ സ്വീകരിച്ച ആളാണ്. ഞാൻ ഇങ്ങനാണ്, എൻ്റെ കർത്താവ് ഇങ്ങനാണ് എന്നെ സൃഷ്ടിച്ചത്, ഈ രൂപം ദൈവം കണ്ടതാണ്. സോ ആദ്യത്തെ സ്റ്റെപ്പ് ഇതാണ്, യു ഹാവ് ടു അക്സെപ്റ്റ് യുവർ സെൽഫ്. ആദ്യത്തെ സ്റ്റെപ്പ് അതാണ്, എൻ്റെ കർത്താവാണ് എന്നെ സൃഷ്ടിച്ചത്. ഇത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ജീവിതം മാറണമെങ്കിൽ ആദ്യം ഇത് വിശ്വസിച്ചേ പറ്റൂ. ഞാൻ ദൈവത്തിൻ്റെ കരവേലയാണ്. വിശ്വസിക്കുന്നോ? ഒരു മറുപടി ഇല്ലല്ലോ. വലിയ വിശ്വാസമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ ദൈവത്തിൻ്റെ കരവേലയാണ്. വിശ്വസിക്കുന്നോ? എത്ര പേര് വിശ്വസിക്കുന്നു? ഒന്ന് കൈവയ്ക്ക്, വെറുതെ കൈവക്കല്ലേ. എത്ര പേര് വിശ്വസിക്കുന്നു? കൈയാത്തിട്ടെ. ഞാൻ ദൈവത്തിൻ്റെ കരവേലയാണ്. ഇത് ക്ലിയർ ആയെങ്കിൽ അടുത്ത വാക്യം വായിച്ചേ. നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾക്കായി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. നമുക്കൊന്ന് എഴുന്നേറ്റാലോ? അതുകൊണ്ട് ഈ ആദ്യത്തെ ഭാഗം ഒന്ന് പ്രാർത്ഥിച്ച് ഒത്തിരി ആന്തരിക മുറിവുകൾ സൗഖ്യപ്പെടും, അപകർഷതാബോധം മാറും. അതായത് എന്നോട് ഇവിടെ ധ്യാനത്തിന് വരുന്ന ഒരു സഹോദരി ടീച്ചറാണ്. ആ ടീച്ചർ പറഞ്ഞത്, ടീച്ചറാണേ, ഇവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, പേരൊന്നും ഞാൻ പറയുന്നില്ല, ടീച്ചറാണ്. ടീച്ചർ പറഞ്ഞത് വർഷങ്ങളായിട്ട് ആ ടീച്ചറിന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. എന്താണെന്നറിയാമോ? ആ ടീച്ചറിന് തന്നിൽ തന്നെ ഒരു വിശ്വാസമില്ല. ടീച്ചറൊക്കെയാണ്, കാര്യം ശരിയാണ്, ക്ലാസ്സിൽ കുട്ടികളെ പഠിപ്പിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ സ്റ്റാഫ് മീറ്റിങ്ങിൽ എന്തെങ്കിലും ഒരു കാര്യം എഴുന്നേറ്റ് എന്ന് പറഞ്ഞാൽ, അതുപോലെ തന്നെ ഈ ടീച്ചറിനോട് എന്തെങ്കിലും ഒരു പ്രോഗ്രാമിന് ഒന്ന് കയറി ആങ്കർ ചെയ്യാൻ പറഞ്ഞാൽ, ഒരു ടീച്ചർ പൊതുവായൊരു ഫംഗ്ഷന് ഒന്ന് ടീച്ചർ കയറി എന്തെങ്കിലും സംസാരിക്കാൻ പറഞ്ഞാൽ,
അത് ഭയപ്പെട്ടിട്ട് ആ ടീച്ചർ എഴുതിയിരിക്കുന്ന പോലെ തന്നെ ഞാൻ പറയാം, അച്ഛാ ഞാൻ ഏതെങ്കിലും ടോയ്ലറ്റിൽ കയറിപ്പോയി അടച്ചിരിക്കുവായിരുന്നു, എന്നെ വിളിക്കൂന്ന് വിചാരിച്ച് ഞാൻ പോയി ഒളിച്ചിരിക്കുമായിരുന്നു. അപ്പൊ അത്രയ്ക്ക് ധൈര്യം ഉണ്ടായിരുന്നു ടീച്ചറിന്. ഭയങ്കര ധൈര്യശാലിയാണ് അങ്ങനൊരു ടീച്ചർ. പക്ഷെ നല്ല ടീച്ചറാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടമുള്ള ടീച്ചറാണ്. പക്ഷെ പ്രശ്നം ഇതാണ്, ടീച്ചറിന് ഭയങ്കര പേടി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ വന്നു, ഇതുപോലെ ദൈവത്തിന്റെ വചനം കേട്ടു, പ്രാർത്ഥിച്ചു, തിരിച്ചുപോയി. ഒരു ശനിയാഴ്ച വന്ന ഇതുപോലെ പ്രാർത്ഥിച്ചു, തിരിച്ചുപോയി. മിക്കവാറും ഇവിടെ വരുന്നതാണ്, ഇവിടെ ഇതിനകത്ത് കാണും ചിലപ്പോ, ഞാൻ വിളിക്കുന്നില്ല. അപ്പോ എന്ത് സംഭവിച്ചെന്നറിയാമോ? ടീച്ചർ പറയാണ്, അച്ഛാ ദിസ് ഈസ് സംതിങ് അമേസിങ്, ഐ കാൺട്ട് ബിലീവ് ദിസ്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എൻ്റെ അച്ഛാ. എൻ്റെ ആ ഭയം അങ്ങ് എങ്ങോട്ട് പോയെന്ന് എനിക്ക് അറിയാൻ പാടില്ല. അടുത്ത ഒരു സ്റ്റാഫ് മീറ്റിങ്ങിന് ടീച്ചേഴ്സ് എല്ലാം കൂടെ ഡിസ്കസ് ചെയ്യാണ്, ഇത് ആരാണ്? അപ്പൊ ഈ ടീച്ചർ പറയാണ്, ഞാനാണ് ഇത് ആങ്കർ ചെയ്യുന്നത്. ഒന്ന് കൈയടിച്ച് ചോദിക്കും, നന്ദി പറഞ്ഞേ. See, this is a sudden change, sudden transition, a personality change. See, something so deep in your personality has got changed. This is something very immediate. ഭയങ്കര പെട്ടെന്നാണ് സംഭവിക്കുന്നത്, വളരെ വേഗത്തിൽ സംഭവിക്കുന്നത്. അത് പേഴ്സണാലിറ്റിയുടെ അകത്ത് കയറി ദൈവത്തിന്റെ വചനം അങ്ങ് പെട്ടെന്നൊരു ചേഞ്ച്, ആ സ്ക്രിപ്റ്റ് അങ്ങ് മാറ്റി. ഡു യു ബിലീവ് ദിസ്? അതായത് ദൈവത്തിന്റെ ആത്മാവ് വന്നു കഴിയുമ്പോൾ, ഇപ്പൊ നമുക്ക് പ്രാർത്ഥിക്കാൻ ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു കുഞ്ഞിന് അപകർഷതാബോധം ഉണ്ടെങ്കിൽ, കുട്ടിക്കാലത്ത് ഒത്തിരി ദാരിദ്ര്യത്തിൽ ജീവിച്ച കുട്ടികളാണെങ്കിൽ അവർക്ക് നല്ല അപകർഷതാബോധം ഉണ്ടാവും. അതായത് എനിക്ക് പബ്ലിക്കിലേക്ക് ഇറങ്ങാൻ പേടിയാണ്, പൊതുജനത്തിന് മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ ഭയമാണ്, ഒരു സ്വീകാര്യത കിട്ടുമോ, ഞങ്ങളെ ആളുകൾ സ്വീകരിക്കുമോ, ഇങ്ങനെ ഒരു അക്സെപ്റ്റബിലിറ്റിയുടെ പ്രോബ്ലം വരും, ഒരു ഏലിയനേഷൻ, അത് ആത്മാവിൽ ഇങ്ങനെ രജിസ്റ്റർ ചെയ്ത് കിടപ്പുണ്ട്. അങ്ങനെയുള്ള ഏതെങ്കിലും മകനോ മകളോ ഇപ്പോൾ ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ ഇപ്പോൾ പ്രാർത്ഥിക്കണം. യു നീഡ് എ ചേഞ്ച് ആൻഡ് ദാറ്റ് വിൽ ഹാപ്പൻ. വിശ്വസിച്ചോണം, ദൈവത്തിന്റെ വചനം വിശ്വസിച്ചോണം. നമ്മൾ സാവൂളിനെ കുറിച്ച് വായിക്കുന്നത് കേട്ടാ മതി. സാമുവേലിന്റെ ഒന്നാം പുസ്തകം സാമുവേലിന്റെ 1-ാം പുസ്തകം 10-ാം അധ്യായം 6-ാം വാക്യം. 1 സാമുവേൽ 10:6, 1 സാമുവേൽ ചാപ്റ്റർ 10 വേഴ്സ് 6. അപ്പോൾ കർത്താവിന്റെ ആത്മാവ് ശക്തമായി നിന്നിലേക്ക് ആവസിക്കും, നീ മറ്റൊരു മനുഷ്യനായി മാറും. ഡു യു ബിലീവ് ദിസ്? 1 സാമുവേൽ 10:6. കർത്താവിന്റെ ആത്മാവ് ശക്തമായി നിന്നിലേക്ക് ആവസിക്കും, നീ മറ്റൊരു മനുഷ്യനായി മാറും. ഡു യു ബിലീവ് ദിസ്? സൗൾ ഇങ്ങനെ പേടിച്ച് നിൽക്കുകയാണ്, ഞാൻ എങ്ങനെ രാജാവാകും? ഞാനൊരു സാധാരണ കർഷകന്റെ മകനായ ഞാൻ കഴുതയൊക്കെ മേയിച്ചുകൊണ്ട് നടക്കുന്ന ഞാൻ എങ്ങനെയാണ് രാജാവാകുന്നത്? സാമുവേലിലൂടെ ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ്, കർത്താവിന്റെ ആത്മാവ് നിന്റെ മേൽ ആവസിക്കും. ഒറ്റ അടി ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങോട്ട് വന്ന് ഈ പേഴ്സണാലിറ്റിയിലേക്ക് അങ്ങ് നിറയുമ്പോൾ നീ മറ്റൊരു മനുഷ്യനായി മാറും. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കർത്താവിന്റെ ആത്മാവ് ശക്തിയോടെ നിന്റെ മേൽ ആവസിക്കും, നീ മറ്റൊരു മനുഷ്യനായി മാറും. ഞാൻ പറഞ്ഞു തരുന്ന പോലെ ഉച്ചത്തിൽ ആവർത്തിച്ചോ, കണ്ണടച്ച് ആവർത്തിച്ചോ. കർത്താവിന്റെ ആത്മാവ് ഇപ്പോൾ ശക്തമായി എന്നിലേക്ക് ആവസിക്കും, ഞാൻ പുതിയ ഒരു മനുഷ്യനായി മാറും. വിശ്വസിച്ചോണം, കണ്ണടച്ച് വിശ്വാസത്തോടെ ഏറ്റു പറഞ്ഞ്, കർത്താവിന്റെ ആത്മാവ് ശക്തിയോടെ എൻ്റെ മേൽ ഇപ്പോൾ ആവസിക്കും, ഞാൻ പുതിയ ഒരു മനുഷ്യനായി മാറും. ഒരിക്കൽ കൂടി, കർത്താവിന്റെ ആത്മാവ് ശക്തിയോടെ എൻ്റെ മേൽ ആവസിക്കും, ഞാൻ പുതിയ ഒരു മനുഷ്യനായി മാറും. ഒരിക്കൽ കൂടി, കർത്താവിന്റെ ആത്മാവ് ശക്തിയോടെ എൻ്റെ മേൽ ആവസിക്കും, ഞാൻ പുതിയ
ഒരു മനുഷ്യനായി മാറും. കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കോ. കണ്ണടച്ചോ. ഇനി 2-3 മിനിറ്റ് ആരെ ശ്രദ്ധിക്കരുത്. ഇതെന്നിൽ സംഭവിക്കണം, ഇപ്പോൾ സംഭവിക്കണം. ഹൃദയം തുറന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശക്തിയോടെ സ്തുതിക്കട്ടെ. അതരം തുറന്ന് പോരാ, ഉച്ചത്തിൽ 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 എല്ലാം മറന്ന് സ്തുതിക്കട്ടെ. കർത്താവിൻ്റെ ആത്മാവ് ശക്തിയോടെ എൻ്റെ മേൽ ആവസിക്കും. ഞാൻ പുതിയ മനുഷ്യനായി മാറും. കർത്താവിൻ്റെ ആത്മാവ് ശക്തിയോടെ നിൻ്റെ മേൽ ആവസിക്കും. നീ മറ്റൊരു മനുഷ്യനായി മാറും. അപകർഷതാബോധം, ഭയം, ഭീതി, ആന്തരിക മുറിവുകൾ യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഇപ്പോൾ വിട്ടുമാറാൻ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശരീരത്തിലേക്ക്, മനസ്സിലേക്ക്, അബോധങ്ങളിലേക്ക്, ആന്തരിക മുറിവുകളിലേക്ക് കർത്താവിൻ്റെ ശക്തി ഒഴുകിയിറങ്ങട്ടെ എന്ന് കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ മകൻ്റെ മേലും മകളുടെ മേലും കർത്താവിൻ്റെ ആത്മാവ് ഇറങ്ങി വരട്ടെ. ഭാഷാപരമുള്ളവർ ഭാഷാപരത്തിൽ സ്തുതിച്ചേ, നാവിനെ വിട്ടുകൊടുത്ത് സ്തുതിച്ചേ, എല്ലാം മറന്ന് സ്തുതിച്ചേ. കർത്താവിൻ്റെ ആത്മാവ് ശക്തിയോടെ നിന്റെ മേൽ ആവസിക്കും. നീ മറ്റൊരു മനുഷ്യനായി മാറും. നീ മറ്റൊരു മനുഷ്യനായി മാറും. നീ മറ്റൊരു മനുഷ്യനായി മാറും. സ്തുതിക്കട്ടെ, ഉച്ചത്തിൽ വിളിക്കട്ടെ ഈശോയേ. മുമ്പേ ബാറക്കുമോ കുറിയേ ലൈസോ ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. കരങ്ങൾ ഉയർത്തി ശക്തിയോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. എല്ലാ മക്കളെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ച് ആരാധിക്കുന്നു. എല്ലാ യുവതിവാക്കന്മാരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആലയത്തിൽ വന്നുകൂടിയിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ശക്തി ദേശം മുഴുവനിലേക്ക് ഒഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മക്കളെല്ലാം ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശക്തിയോടെ 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 ഉച്ചത്തിൽ വിളിച്ച ഈശോയേ, ഈശോയേ. കരങ്ങളടിച്ച് ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയമോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയമോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ. കരമുയർത്തി ആരാധിക്കും എൻ്റെ
ആരാധിക്കും എന്റെ ദൈവത്തെ. സന്തോഷം വന്നാലും സന്താപം വന്നാലും ആരാധിക്കും എന്റെ ദൈവത്തെ. ആരാധിക്കും എന്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ. കരമുയർത്തി ആരാധിക്കും എന്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയമോടെ. ആരാധിക്കും എന്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ. ആരാധിക്കും എന്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ. ചൊല്ലി വിളിക്കട്ടെ ഈശോയെ. ഈശോയെ. എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ. ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കട്ടെ. കർത്താവിന്റെ ശക്തി ഓരോ ജീവിതത്തിലും നിറയാൻ നന്നായി ആഗ്രഹിക്കുക. കർത്താവേ, അങ്ങനെക്ക് വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുന്ന ഒരു ജീവിതം, എന്നിലൂടെ അങ്ങ് ആഗ്രഹിക്കുന്ന ഒരു ജീവിതം, എന്നിലൂടെ പൂർത്തിയാകേണ്ട അങ്ങയുടെ പദ്ധതി കർത്താവേ, ഞാൻ ചെയ്യാൻ വേണ്ടി അവിടുന്ന് മുൻകൂട്ടി ഒരുക്കിയിരിക്കുന്ന ദൈവിക പദ്ധതികൾ അവയെല്ലാം പൂർത്തിയാകാൻ കർത്താവേ, അങ്ങയുടെ പരിശുദ്ധമായ കരം എൻ്റെ മേൽ വെക്കണമേ. തിരുവോസ്തിയിൽ നിന്ന്, വിശുദ്ധ കുർബാനയിൽ നിന്ന് ശക്തി ഒഴുകണമേ. എന്നെ അവിടുന്ന് വീണ്ടെടുക്കണമേ. സാവൂളിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്നതുപോലെ എൻ്റെ മേൽ ആത്മാവ് ഇറങ്ങി വരണമേ. ഞാനൊരു പുതിയ വ്യക്തിയായി മാറണമേ. എന്നെ അടിമപ്പെടുത്തുന്ന ബന്ധനങ്ങൾ, സാംസന്റെ മേൽ ആത്മാവ് ഇറങ്ങി വന്നപ്പോൾ അവനെ ബന്ധിച്ചിരുന്ന കയറ് പൊട്ടി വീണതുപോലെ ആ ബന്ധനങ്ങൾ തകരണമേ. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു ഈശോയെ. ഉച്ചത്തിൽ വിളിക്കുന്നു ഈശോയെ. കരങ്ങളടിച്ച് ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ദൈവപിതാവിനെ ആരാധിക്കുന്നു. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ദൈവപിതാവിനെ ആരാധിക്കുന്നു. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ദൈവപിതാവിനെ ആരാധിക്കുന്നു. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു യേശുവിനെ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു യേശുവിനെ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു പരിശുദ്ധാത്മാവിനെ ആരാധിക്കുന്നു. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു പരിശുദ്ധാത്മാവിനെ ആരാധിക്കുന്നു. വിളിച്ച ഈശോയെ. ഹൃദയം നൊന്ത് വിളിച്ച ഈശോയെ. തിരുശരീരത്തിൽ നിന്നും തിരുരക്തത്തിൽ നിന്നും ഒഴുകുന്ന ദൈവിക ജീവൻ യുവതിവാക്കന്മാരുടെ മേൽ, കുടുംബങ്ങളുടെ മേൽ ഇപ്പോൾ ഒഴുകിയിറങ്ങണമേ. കാൽവരി കുരിശിൽ നിന്ന് മാനവരാശിയെ വീണ്ടെടുക്കാൻ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവം പുത്രന്റെ രക്തം ഒഴുക്കിയത് ഈ ജനത്തിന്റെ മേൽ വിടുതലായി മാറട്ടെ. സകല ബന്ധനങ്ങളെയും തകർക്കുന്ന ദൈവത്തിന്റെ ശക്തി ഈ കുടുംബങ്ങളുടെ മേൽ ഇപ്പോൾ ഒഴുകിയിറങ്ങട്ടെ. കാൽവരി കുരിശിൽ നിന്നൊഴുകിയ തിരുരക്തത്തിന്റെ ശക്തി കുടുംബങ്ങളിൽ ഇപ്പോൾ വ്യാപരിക്കട്ടെ. പിശാചിന്റെ സകല തന്ത്രങ്ങളെയും സാത്താൻ ഒരുക്കുന്ന കെണികളെയും തകർത്ത് കളയുന്ന അത്യുന്നതനായ ദൈവത്തിന്റെ ശക്തി ഈ മക്കളിൽ ഇപ്പോൾ വന്ന് നിറയട്ടെ. ശരീരം ബലം പ്രാപിക്കട്ടെ. രോഗപീഠകൾ വിട്ടുമാറട്ടെ. ആത്മീയ അഭിഷേകം വെളിപ്പെടട്ടെ. വരദാനങ്ങൾ തുറക്കപ്പെടട്ടെ. ആത്മാവ് ജ്വലിക്കട്ടെ.
സുവിശേഷത്തിന് വേണ്ടി ജീവിതം സമർപ്പിക്കാൻ കൃപ നിറയട്ടെ. ദേശദേശാന്തരങ്ങളിൽ കർത്താവിന്റെ സാക്ഷികളായി ഈ മക്കളെ മാറട്ടെ. ഉച്ചത്തിൽ വിളിക്കുന്നു ഈശോയെ. കരങ്ങളടിച്ച് ആരാധനയ്ക്ക് യോഗ്യനേ, നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. 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 കൂപ്പി കണ്ണുകളടച്ച് എല്ലാ മക്കളും പ്രാർത്ഥിക്കുക. വ്യക്തിപരമായി ഓരോരുത്തരെയും കർത്താവിൻ്റെ സ്നേഹം മാടി വിളിക്കുന്നുണ്ട്. കർത്താവിൻ്റെ സ്നേഹം വ്യക്തിപരമായി ഓരോരുത്തരിലേക്കും കടന്നു വരുന്നുണ്ട്. ഒരാൾക്കൂട്ടത്തിൽ പൊതുവായ ഒരു അനുഗ്രഹമല്ല, വലിയൊരു ആൾക്കൂട്ടത്തിൻ്റെ നടുവിൽ പൊതുവായി വർഷിക്കപ്പെടുന്ന ഒരു അഭിഷേകമല്ല,
അഗ്നിജ്വാലകൾ പോലെയുള്ള നാവുകൾ പൊതുവായി വന്നു നിൽക്കുന്നതല്ല അവർ കണ്ടത്. അവർ ഓരോരുത്തരുടെ മേലും വന്നു നിൽക്കുന്നതായി അവർ കണ്ടു. ഓരോരുത്തരുടെ മേലും, ഈ ആലയത്തിലായിരിക്കുന്ന ഓരോ മകൻ്റെ മേലും, ഓരോ മകളുടെ മേലും ഈ അഭിഷേകം, ഈ ദൈവ സാന്നിധ്യം, കർത്താവിൻ്റെ വാത്സല്യം അത് വന്ന് നിറയുന്നുണ്ട്. അത് വിശ്വസിച്ചുകൊണ്ട് കണ്ണടച്ച് എല്ലാ മക്കളും ദിവ്യകാരുണ്യത്തിൽ നിന്ന് അപരിമയമായ ദൈവത്തിൻ്റെ ശക്തിയും സ്നേഹവും കരുണയും എൻ്റെ ജീവിതത്തിലേക്ക് ഒഴുകി വരുന്നുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് കർത്താവെ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുക. കർത്താവെ, എന്നിലൂടെ പൂർത്തിയാകാൻ അങ്ങ് ആഗ്രഹിക്കുന്ന ദൈവിക പദ്ധതി പൂർത്തിയാകുവാനായി ഇതാ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുകയാണ്. എല്ലാ മക്കളും ഹൃദയത്തിൽ പ്രകാരം പ്രാർത്ഥിക്കണം. മറ്റൊന്നും ശ്രദ്ധിക്കരുത്, ഇങ്ങനെ മാത്രം പ്രാർത്ഥിക്കണം. കർത്താവെ, എന്നിലൂടെ പൂർത്തിയാവേണ്ട ദൈവിക പദ്ധതി പൂർത്തിയാകുവാൻ ഞാനിതാ എന്നെ തന്നെ സമർപ്പിക്കുകയാണ്. ഈ സമർപ്പണം പൂർണ്ണമായിരിക്കണം. കർത്താവിനോട് പറയണം, ആ വഴികൾ എനിക്കറിയില്ല, എങ്ങനെയാണ് അങ്ങനിലൂടെ പ്രവർത്തിക്കാൻ പോകുന്നത് എന്നെനിക്കറിയില്ല, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നെനിക്കറിയില്ല, ഞാൻ എവിടേക്കാണ് പോകേണ്ടത്, ഞാൻ എങ്ങനെയുള്ളൊരു ജീവിതമാണ് നയിക്കേണ്ടത് അതെനിക്കറിയില്ല. കർത്താവെ, അങ്ങനെ നയിക്കണം, അങ്ങനെനിക്ക് വഴി തുറന്നു തരണം. ജോബ് 42:2. കർത്താവെ, അങ്ങേക്കെല്ലാം സാധ്യമാണെന്നും അങ്ങയുടെ യാതൊരു ഉദ്ദേശത്തെയും ആർക്കും തടയാനാവില്ലെന്നും ഞാൻ അറിയുന്നു. അങ്ങയുടെ യാതൊരു ഉദ്ദേശത്തെയും ആർക്കും തടയാനാവില്ലെന്നും ഞാൻ അറിയുന്നു. നമ്മൾ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കണം. ഈ സമയത്ത് പ്രിയപ്പെട്ട മക്കളെ, കർത്താവ് നമ്മളെ ആശീർവദിക്കുന്ന സമയത്ത് 2 കരങ്ങളും യേശുവിലേക്ക് തുറന്നു പിടിക്കാം. സ്വർഗത്തിൽ നിന്ന് കൃപയൊഴുകാൻ ആഗ്രഹിക്കാം. ആത്മാവിൻ്റെ ശക്തി ഇറങ്ങാൻ ആഗ്രഹിക്കാം. ദൈവമേ, അങ്ങനെ നയിക്കണമേ എന്ന് ആഗ്രഹിക്കുക. നമ്മൾ വലിയ സ്വരത്തിൽ പ്രാർത്ഥിക്കുന്നില്ല. പ്രിയപ്പെട്ട മക്കളെ, കരങ്ങൾ തുറന്നു പിടിച്ച് നിങ്ങൾ ചെറിയ സ്വരത്തിൽ സ്തുതിച്ചുകൊണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹിക്കുക. സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. ചെറിയ സ്വരത്തിൽ സ്തുതിച്ചുകൊണ്ടേയിരിക്കുക. കർത്താവിൻ്റെ ആത്മാവ് എന്നെ നയിക്കാൻ ആഗ്രഹിക്കുന്ന വഴിയിലേക്ക് ദൈവമേ കടന്നു പോകാൻ കൃപ എനിക്ക് തരണം, കൃപ എനിക്ക് തരണം, അഭിഷേകം എനിക്ക് തരണം, ശക്തി കൊണ്ട് എന്നെ നിറയ്ക്കണം. അത് ആഗ്രഹിച്ച് 2 കരങ്ങൾ തുറന്നു പിടിച്ച് അത് ആഗ്രഹിച്ച് കർത്താവേ, അങ്ങനെ നയിക്കാൻ ആഗ്രഹിക്കുന്ന വഴിയിൽ സഞ്ചരിക്കാനുള്ള കൃപ എനിക്ക് തരണം, അങ്ങനെ തിരഞ്ഞെടുക്കണം. അങ്ങ് എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വഴി ദൈവമേ, അതെന്തു തന്നെയാണെങ്കിലും ആ വഴിയിൽ കടന്നു പോകാനും ജീവിക്കാനുമുള്ള ധൈര്യം തരണം, വഴി തുറന്നു തരണം. ഈ ആഗ്രഹത്തോടെ കരങ്ങൾ ഉയർത്തി ശക്തിയോടെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉച്ചത്തിൽ വിളിച്ച ഈശോയേ, ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ, ആത്മാവേ എന്നിൽ നീ തീയായി മാറ്റണമേ, ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ, ആത്മാവേ എന്നിൽ നീ തീയായി മാറ്റണമേ.